everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. നമ്മൾ ഇന്ന് NDPCക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ജസ്റ്റ് ക്ലാസ് കണ്ടു മാത്രം പോവാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്നും വരുന്ന എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ആൻസർ പറയാൻ നോക്കിക്കോളൂ. ദാറ്റ് ഡാഷ് ഈസ് ഫൗണ്ട് ഇൻ നേച്ചർ ആസ് ഫ്രീ എലമെൻറ്റ്. നേച്ചറിൽ ഫ്രീ എലമെൻ്റ് ആയിട്ട് കാണുന്നത് ഈ തന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻസ് AG, NA, CA, AN. പെട്ടെന്ന് പറഞ്ഞേ, ഈ തന്നിട്ടുള്ള എലമെൻസിൽ ആരാണ് നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ സിമ്പിളൊക്കെ ഏതൊക്കെ മെറ്റലിൻ്റെതാണെന്ന് നമ്മൾ അറിയണം അല്ലേ? ഈ സിമ്പിളൊക്കെ ഏതൊക്കെ മെറ്റലിൻ്റെതാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിനകത്ത് AG എന്ന് പറയുന്നത് ആരാണ്? പറഞ്ഞ AG എന്ന് പറയുന്ന ആരാണ്? നമുക്കറിയാം AG എന്ന് പറയുന്നത് സിൽവർ ആണ്. NA എന്ന് പറയുന്നത് സോഡിയമാണ്, സോഡിയം. C നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാൽഷ്യം ആണ്. AL എന്ന് പറയുന്നത് അലുമിനിയമാണ്, അലുമിനിയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ആരാണ്? ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. ഇവരെല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്, മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ജനറലി മെറ്റൽസിനെ എന്ത് ചെയ്ത് കാണാറില്ല? ഒറ്റയ്ക്ക് നമ്മൾ കാണാറില്ല. എപ്പോഴും അവർ കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഈ കൂട്ടത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ് നോബിൾ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്താണ് നോബിൾ മെറ്റൽസ്? നോബിൾ മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. നോബിൾ മെറ്റൽസിന് എന്താണ്? റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഈ നോബിൾ മെറ്റൽസിൽ വരുന്നത്? അറിയുന്നവരൊന്ന് പറഞ്ഞേ, ആരൊക്കെയാണ് നോബിൾ മെറ്റൽസിൽ വരുന്നത്? നോബിൾ മെറ്റൽസിൽ വരുന്നത് ആരൊക്കെയാണ്? നമുക്കറിയാം, ഒന്ന് സിൽവർ, രണ്ടാമത്തേത് ഗോൾഡ്, മൂന്നാമത്തേത് പ്ലാറ്റിനം. ആരൊക്കെയാണ്? സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഈ മൂന്ന് മെറ്റൽസിനെയും നമ്മൾ നോബിൾ മെറ്റൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവർ കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഇവരുടെ റിയാക്ടിവിറ്റി എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ ഈ മെറ്റൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. ഗോൾഡും സിൽവറും പ്ലാറ്റിനവും എല്ലാം തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നതും നമ്മൾ ഇവർ ആഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. മറ്റു പല കാരണങ്ങളുണ്ട്. അതായത് ഇവർക്ക് നല്ല ഷൈനിങ് ആണ് അല്ലേ? ഇപ്പോൾ ഗോൾഡ് ആയാലും സിൽവർ ആയാലും പ്ലാറ്റിനം ആയാലും ഒക്കെ വളരെ ഷൈനിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? തിൻ ഷീറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ ഇവരെ നമുക്ക് തിൻ വയറുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. തിൻ ഷീറ്റുകളായിട്ട് മാറ്റുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്താണ്? ഒരു മെറ്റലിനെ നമുക്ക് തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. അതുപോലെ തന്നെ തിൻ വയറുകളായിട്ട് മാറ്റാൻ പറ്റിയ പ്രോപ്പർട്ടി, തിൻ വയറുകളായിട്ട് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എന്ത്? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി. ഓക്കെ, അപ്പോൾ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും എല്ലാം തന്നെ ഈ മെറ്റൽസിന് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എന്നാലും നിങ്ങളോട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ മാലിയബിളും ഏറ്റവും കൂടുതൽ ഡക്റ്റൈലുമായിട്ടുള്ള മെറ്റൽ, ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാലും ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാലും ഇത് രണ്ടും ഒന്നിച്ച് ചോദിച്ചാലും അതിൻ്റെ ആൻസർ വരുന്നത് എന്താണെന്ന് അറിയാമോ? ഗോൾഡ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഗോൾഡ് ആണ്. മോസ്റ്റ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത് ആരാണ്? ഗോൾഡ് ആണ്. ഗോൾഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് AU ആണ്. AU ആണ്. ഫുൾ ഫോം ഓറം. ഗോൾഡ് സിമ്പൽ AU, ഫുൾ ഫോം വരുന്നത് എന്താണ്? ഓറം എന്നാണ്. ഓറം എന്നാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? മെറ്റൽസ് യൂഷ്വലി കമ്പൈൻഡ് സ്റ്റേറ്റിൽ ഹൈലി റിയാക്റ്റീവ് ആണ്. അവർ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണുക. മറ്റ് മെറ്റൽസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണുക. പക്ഷേ ചില മെറ്റൽസ്, എക്സാമ്പിൾ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഇവരെ എല്ലാവരെയും നമുക്ക് എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? അങ്ങനെ കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണാൻ പറ്റും. പക്ഷേ അതല്ലാണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ഇവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ്? ഇവർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ലീസ്റ്റ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെറ്റൽസിനെ എന്ത് വിളിക്കും? നോബിൾ മെറ്റൽസ് എന്ന് വിളിക്കും. നോബിൾ മെറ്റൽസ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? മെറ്റൽസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രണ്ട് പ്രോപ്പർട്ടികളാണ് മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. ഒരു മെറ്റലിനെ
തിൻ ഷീറ്റായിട്ട് നമുക്ക് അടിച്ചു പരത്താൻ വേണ്ടിയിട്ട് പറ്റും. ആ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാലിയബിലിറ്റി. അതുപോലെ തന്നെ ഒരു മെറ്റലിനെ നമുക്ക് തിൻ വയറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഏറ്റവും കൂടുതൽ മാലിയബിളും ഏറ്റവും കൂടുതൽ ഡക്റ്റൈലുമായിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോൾഡ് ആണ്. ഗോൾഡിൻ്റെ സിമ്പിൾ AU ആണ്. AUവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓറമാണ്. ഓറം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരുമ്പോൾ ഡാഷ് ഈസ് ഫൗണ്ട് ഇൻ നേച്ചർ ആസ് ഫ്രീ എലമെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഫ്രീ ആയിട്ട് കാണുന്നപ്പോൾ ആരായിരിക്കും? നമ്മൾ പറഞ്ഞു നോബിൾ മെറ്റൽസിൽ വരുന്ന ഒരാളാണ് ഫ്രീ ആയിട്ട് കാണപ്പെടുക. അപ്പോൾ ആരായിരിക്കും? സിൽവർ ആണ്. ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പല എക്സാമുകളായിട്ട് പലപ്പോഴായിട്ട് ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത് നമ്മൾ നമ്മുടെ ആൻസർ ആയിട്ടുള്ള സിൽവറിലേക്ക് വരികയാണ്. സിൽവറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഫസ്റ്റ് കാര്യം, നമ്മൾ നോക്കാൻ പോകുന്നത് സിൽവറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറിൻ്റെ സിമ്പിൾ എന്താണ്? AG. AG അല്ലേ? AGയുടെ ഫുൾ ഫോം അറിയണം. എന്താണ്? അർജൻറ്റം. ഓക്കെ, സിൽവറിൻ്റെ സിമ്പിൾ AG. AGയുടെ ഫുൾ ഫോം എന്താണ്? അർജൻറ്റം. സിൽവറിൻ്റെ ഫുൾ ഫോം എന്താണ്? അർജൻറ്റം. അടുത്ത് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം ആണ് എന്തെന്നറിയപ്പെടുന്നത്? ലിറ്റിൽ സിൽവർ. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മെറ്റൽ ഏതാണ്? പ്ലാറ്റിനം ആണ്. അടുത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് ഫില്ലിങ്ങുകളിൽ അല്ലേ, പല്ലൊക്കെ അടയ്ക്കുന്ന സമയത്ത് പോടൊക്കെ വരുമ്പോൾ നമ്മൾ പല്ലടയ്ക്കാറുണ്ട് അല്ലേ, പല്ലിലെ ക്യാവിറ്റി ഒക്കെ വരുമ്പോൾ നമ്മളത് അടയ്ക്കാറുണ്ട്. അങ്ങനെ ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്ന സിൽവറിൻ്റെ അലോയ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിൽവർ അമാൽഗമാണ്. എന്താണ്? സിൽവർ അമാൽഗം. ഓക്കെ, ടൂത്ത് ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിൽവർ അമാൽഗം. അപ്പോൾ ഈ അമാൽഗം എന്നുള്ള വാക്കിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം കൂടെ അറിയണം. എന്താണ്? ഏതെങ്കിലും, അപ്പം നമുക്കറിയാം ലിക്വിഡ് മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്ത് പറയണം? ലിക്വിഡ് മെറ്റൽ എന്ന് പറയുന്നത് മെർക്കുറി അല്ലേ? ലിക്വിഡ് മെറ്റൽ ഏതാണ്? മെർക്കുറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മെർക്കുറിയുടെ സിമ്പിൾ എന്താണ്? Hg ആണ്. മെർക്കുറിയുടെ സിമ്പിൾ Hg ആണ്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് ഒന്നിച്ചു ചേർന്നിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അലോയ് അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസിനെ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? അലോയ്. അപ്പോൾ ഏതെങ്കിലും ഒരു അലോയിൽ അല്ലേ, അതായത് രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിലൊരു മെറ്റൽ മെർക്കുറി ആണെങ്കിൽ, രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് കൂട്ടിച്ചേർത്ത് ഒരു അലോയ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒരു മെറ്റൽ മെർക്കുറി ആണെങ്കിൽ നമ്മൾ ആ അലോയെ എന്ത് വിളിക്കും? അമാൽഗം എന്ന് വിളിക്കും. ആ അലോയെ എന്ത് വിളിക്കും? അമാൽഗം എന്ന് വിളിക്കും. അപ്പോൾ ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്നത് സിൽവർ അമാൽഗമാണ്. ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അമാൽഗം എന്ന് പറയുന്നത് ഏത് മെറ്റലിൻ്റെ അലോയ്സിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി അടങ്ങിയ അലോയ്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അമാൽഗം എന്ന് വിളിക്കുക. പിന്നെ സിൽവറിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? സിൽവർ ആണ്. ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? സിൽവർ ആണ്. അതിനുശേഷമാണ് വരുന്നത് കോപ്പർ ആൻഡ് അതിനുശേഷമാണ് ഗോൾഡ് വരിക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മെറ്റൽസ് എന്നുള്ള പാർട്ടിൽ നിന്ന് കവർ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേം സെറികൾച്ചർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ആൻസർ അറിയുന്നവർ പറഞ്ഞ്. സെറികൾച്ചർ എന്ന് പറയുന്നത് ഫിഷ് ഫാമിംഗ് ആണോ, സിൽക്ക് ഫാമിംഗ് ആണോ, ബേർഡ് ഫാമിംഗ് ആണോ, അതോ ബീ ഫാമിംഗ് ആണോ? സെറികൾച്ചർ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? കറക്റ്റായിട്ടൊന്ന് ആൻസർ പറയാൻ നോക്കി. അറിയുന്നവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. സെറികൾച്ചർ, അതെ, സെറികൾച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? കറക്റ്റാണ്, സിൽക്ക് ഫാമിങ്ങുമായിട്ട് അല്ലേ, അല്ലേ, പട്ടുനൂൽ ഉണ്ടാക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കാണ് എന്ത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അവിടുന്ന് കുറച്ച് റിലേറ്റഡ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം സെറികൾച്ചർ എന്താണ്? സിൽക്ക് ഫാമിംഗ് ആണ് നമ്മൾ നോക്കി. അങ്ങനെയാണെങ്കിൽ പിസികൾച്ചർ എന്താണ്? പിസികൾച്ചർ എന്താണ്? ഫിഷ് ഫാമിംഗ്. കുറച്ച് നാളായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയുന്നത് ജസ്റ്റ് റിവിഷൻ ചെയ്യുക, അറിയാത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സെറികൾച്ചർ നമ്മൾ പറഞ്ഞു സിൽക്ക് ഫാമിംഗ് ആണ്. പിസികൾച്ചർ എന്താണ്? ഫിഷ് ഫാമിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ
അപ്പിക്കൾച്ചർ എന്താണ്? അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് ബീ കീപ്പിംഗ് ആണ്. ബീ കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തേനീച്ചകളെ വളർത്തുന്നതാണ്. അപ്പിക്കൾച്ചർ ബീ കീപ്പിംഗ് ആണ്. അടുത്ത് ഏവികൾച്ചർ. ഏവികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ബേർഡ്സിനെ വളർത്തുന്നതാണ്. ബേർഡ് കീപ്പിംഗ് അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെറികൾച്ചർ സിൽക്ക് ഫാമിംഗ് ആണ്. പിസികൾച്ചർ ഫിഷ് ഫാമിംഗ് ആണ്. അപ്പിക്കൾച്ചർ ബീ കീപ്പിംഗ് ആണ്. ഏവികൾച്ചർ ബേർഡ് കീപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് മനുഷ്യനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റേസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ പറ്റിയിട്ടോ ഒക്കെ പഠിക്കുന്ന സയന്റിഫിക് ഫീൽഡിന് പറയുന്ന പേരാണ് ആന്ത്രോപോളജി. സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ റേസ് ഈസ് നോൺ ആസ് ആന്ത്രോപോളജി. ചിലപ്പോൾ ഹ്യൂമാനിറ്റി എന്ന് തരും, ചിലപ്പോൾ ഹ്യൂമൻ റേസ് എന്ന് തരും, ചിലപ്പോൾ ഇത് ഒന്നിച്ചും തരാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റേസ് എന്ന് പറയുന്നതാണ് എന്ത്? ആന്ത്രോപോളജി. അങ്ങനെയാണെങ്കിൽ സെറോളജി എന്തിനെ പറ്റി പഠിക്കുന്നതായിരിക്കും? സെറോളജി എന്ന് പറയുന്നത് സെറം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കുന്നത്. സെറം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? സെറോളജി എന്ന് പറയുന്നത്. അടുത്തത് പോമോളജി. പോമോളജി എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കുന്നതാണ്. പോമോളജി സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സെറികൾച്ചർ സിൽക്ക് ഫാമിംഗ് ആണ്. പിസികൾച്ചർ ഫിഷ് ഫാമിംഗ് ആണ്. അതുപോലെ തന്നെ അപ്പിക്കൾച്ചർ എന്താണ്? ബീ കീപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏവികൾച്ചർ ബേർഡ് കീപ്പിംഗ് ആണ്. ആന്ത്രോപോളജി ഹ്യൂമാനിറ്റിയെ പറ്റി പഠിക്കുന്നതാണ് അല്ലേ? സെറോളജി സെറം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കുന്നു. പോമോളജി ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെമറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹെപ്പറ്റോളജി എന്തിനെ പറ്റിയിട്ടാണ്? ഹെപ്പറ്റോളജി അറിയാമോ? ഹെപ്പറ്റോളജി കേട്ടിട്ടുണ്ട്? ഹെമറ്റോളജി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് ലിവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അടുത്തത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ജീൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. ആന്ത്രോപോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത വിറ്റിക്കൾച്ചർ എന്ന് പറയുന്നത് ഗ്രേപ്സിനെ പറ്റി പഠിക്കുന്നതാണ്. വിറ്റിക്കൾച്ചർ എന്ന് പറയുന്നത് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് വളർത്തുക, ഗ്രേപ്പ് വൈൻസ് ഒക്കെ വളർത്തുന്നതിനാണ് നമ്മൾ വിറ്റിക്കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് അല്ലേ? വെജിറ്റബിൾ കൾട്ടിവേഷന് നമ്മൾ എന്ത് പറയും? ഒലേറി കൾച്ചർ എന്ന് പറയും. അതുപോലെ തന്നെ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് എന്താണ്? ഫ്ലോറികൾച്ചർ ആണ് അല്ലേ? വെജിറ്റബിൾ കൾട്ടിവേഷൻ ഒലേറി കൾച്ചർ ആണ്. കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറികൾച്ചർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുവോളജി എന്താണ്? സ്റ്റഡി ഓഫ് അനിമൽസ് ആണ്. ബോട്ടണി എന്ന് പറയുന്നതോ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. അടുത്തത് അസ്റ്റക്കോളജി എന്ന് പറയുന്നത് ക്രേ ഫിഷുകളെ പറ്റിയിട്ട് പഠിക്കുന്നതിനാണ്. എന്തിനെ പറ്റിയിട്ടാണ്? ക്രേ ഫിഷുകളെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്റ്റക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ക്രേ ഫിഷുകളെ പറ്റിയിട്ട് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈനോളജി എന്താണ്? ഡോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് അല്ലേ? ഡോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈനോളജി എന്ന് വിളിക്കുക. അടുത്തത് മൈക്കോളജി ഉണ്ട്. മൈക്കോളജി എന്ന് പറയുന്നത് ഫംഗസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്? മൈക്കോളജി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ജെനറ്റിക്സ് ജീനുകളെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. ആന്ത്രോപോളജി ഹ്യൂമൻ റേസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. വിറ്റികൾച്ചർ ഗ്രേപ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ കൾട്ടിവേഷനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് സുവോളജി സ്റ്റഡി ഓഫ് അനിമൽസ് ആണ്. ബോട്ടണി സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക?
ആസ്റ്റക്കോളജി ക്രേഫിഷ് ആണ്, സയനോളജി ഡോഗ്സ് ആണ്, മൈക്കോളജി ഫംഗസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒലേറിക്കൾച്ചറും ഫ്ലോറിക്കൾച്ചറും പോമോളജിയും എല്ലാം കൂടെ, ഒലേറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളെ പ്ലാന്റ്സ്, ഫ്ലോറിക്കൾച്ചർ ഫ്ലവർ, പോമോളജി എന്താണ് ഫ്രൂട്ട്സ്, ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഹോർട്ടിക്കൾച്ചറിൻ്റെ കീഴിൽ എന്തൊക്കെ വരും? ഒലേറിക്കൾച്ചർ വരും, അതുപോലെ തന്നെ ഫ്ലോറിക്കൾച്ചർ വരും, അതിൻ്റെ കൂടെ തന്നെ പോമോളജി വരും. ഒലേറിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പോമോളജി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയും. അതായത് സ്റ്റഡി ഓഫ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്? ഹോർട്ടിക്കൾച്ചർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സെഷനിൽ നമ്മൾ മെയിനായിട്ട് പ്രീവിയസ് ഇയർ NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഒരു 40 to 50 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 2 to 3 മന്ത്സിനകത്ത് നമ്മൾ NTPC എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ബിഗിനർ അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ NTPCക്ക് വേണ്ടിയിട്ട് ഒരു പ്രോ ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോ ലെവൽ ബാച്ചിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആദ്യമേ തരും. ഈ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നതിന് ശേഷം ഓരോ ദിവസവും എന്ത് ചെയ്യും? ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ ലൈവായിട്ട് പോകും. ഓരോ ടോപ്പിക്, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 3 ടോപ്പിക് ഉണ്ടാവും അല്ലേ? ഒരു GKയുടെ ടോപ്പിക് ഉണ്ടാവും, ഒരു മാത്സിൻ്റെ ടോപ്പിക് ഉണ്ടാവും, ഒരു റീസണിങ്ങിൻ്റെ ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്കുകളുടെ എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ലൈവായിട്ട് തന്നെ പോകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പിക്ക് നേരത്തെ റിവിഷൻ ചെയ്ത് വെക്കാം. നിങ്ങൾ പഠിക്കാത്ത പുതിയ ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ലൈവായിട്ട് പോകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കോഴ്സ് വളരെ ചെറിയൊരു ഫീസിനാണ് വന്നിട്ടുള്ളത്. ഏപ്രിൽ 2-ാം തീയതി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത 50 ദിവസം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുവരെ കഴിഞ്ഞ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ 8075753676 എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ 7012615062 എന്നുള്ള നമ്പറിലേക്കോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ പറഞ്ഞു തരും. ഓൺലൈൻ കോഴ്സാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ കറക്റ്റ് ഫോർമുല ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കറക്റ്റ് ഫോർമുല എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കറക്റ്റ് ഫോർമുല അല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് മറ്റൊരു പേരുണ്ട്, എന്താണെന്ന് അറിയാമോ? സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് പറഞ്ഞേ. ഞാനൊരു 5 സെക്കൻഡ് സമയം തരാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റെന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞേ. അറിയുന്നവർ പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റ് എന്തെങ്കിലും പേരുകൾ ഓർമ്മയുണ്ടോ എന്ന്? ഓക്കെ, ക്ലാർക്സ് റിയേജന്റ് അറിയപ്പെടുന്നത് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ക്ലാർക്സ് റിയേജന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാർക്സ് പ്രോസസ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ, അതായത് ബേസിക്കലി വാട്ടർ സോഫ്റ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിന് ഉപയോഗിക്കുന്ന റിയേജന്റ് ക്ലാർക്സ് റിയേജന്റ് എന്നറിയപ്പെടുന്ന, ക്ലാർക്സ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ക്ലാർക്സ് റിയേജന്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ക്യുക്ക് ലൈം എന്താണെന്ന് ചോദിച്ചാൽ, ക്യുക്ക് ലൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CaO ആണ്. ക്യുക്ക് ലൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ CaO ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പം തന്നെ പറഞ്ഞു, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല CaOH ട്വൈസ് ആണ്. CaOH ട്വൈസ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ആൾക്കാരുടെയും കൂടെ ഫോർമുല ഒന്ന് അറിയാം. ആദ്യം സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ക്ലാർക്സ് റിയേജന്റ് ആണ് എന്തെന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഫോർമുല CaOH ട്വൈസ്. അടുത്തത് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH ആണ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്
സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH ആണ്. അങ്ങനെയാണെങ്കിൽ ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയും. ഫോർമുല NaHCO3. അടുത്ത വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. ഫോർമുല പഠിക്കുമ്പോൾ ഓർത്ത് വെക്കുക Na2CO3 10H2O. ഈ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡയിൽ എത്ര വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ, ഈ ഫോർമുലയ്ക്ക് ശേഷം വരുന്നതാണ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. ഈ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ എത്ര ഉണ്ടെന്ന് നമ്മളോട് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വാട്ടർ മോളിക്യൂൾസ് ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വാട്ടർ മോളിക്യൂൾസ് ഇതിനകത്തുണ്ടെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ Na2CO3 10H2O ആണ് ഫോർമുല, നിങ്ങൾ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോപ്പർ സൾഫേറ്റിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാമോ? കോപ്പർ സൾഫേറ്റിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ. അതും എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. കോപ്പർ സൾഫേറ്റിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല എന്താണ്? CuSO4 അല്ലേ? CuSO4 5H2O ആണ്. 5H2O ആണ്. നമുക്കറിയാം ഇതിന് നല്ല ബ്രൈറ്റ് ബ്ലൂ കളറാണ്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കളറ് വൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് വൈറ്റ് ആയിട്ട് മാറും. കോപ്പർ സൾഫേറ്റ് 5H2O ആണ്. ഇതിലെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ്? 5H2O. ഞാൻ നേരത്തെ ഹൈഡ്രേഷൻ എന്നാ പറഞ്ഞില്ലേ, ഹൈഡ്രേഷൻ അല്ല കേട്ടോ, ക്രിസ്റ്റലൈസേഷൻ ആണ്. അപ്പം 5H2O ആണ്. ഈ 5H2O നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എലിമിനേറ്റ് ആയി പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? വൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് 5H2O ആണ്. 5 വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത്. ഇതിൻ്റെ കളർ ബ്രൈറ്റ് ബ്ലൂ ആണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ വാട്ടർ മോളിക്യൂൾസ് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ കളർ വൈറ്റ് ആയിട്ട് മാറുമെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇത് സോഡിയം കാർബണേറ്റ്, ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെക്കാഹൈഡ്രേറ്റ് ആണ്. അതായത് 10 വാട്ടർ മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്. ഈ വാട്ടർ മോളിക്യൂൾസിന് പറയുന്ന പേരാണ് മോളിക്യൂൾസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. ക്രിസ്റ്റലൈസ് ആവാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? 10 വാട്ടർ മോളിക്യൂൾസിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ എണ്ണം കറക്റ്റ് നോക്കി വെക്കുക, എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫീമെയിൽ ജേം സെൽസ് ഓർ എഗ്സ് ആർ മെയ്ഡ് ഇൻ, അതായത് ബേസിക്കലി ഫീമെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ എഗ്സ് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താണ്? ഓവം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞേ. ഓവം എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ, എവിടെയാണ്? ഓവറിയിലാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ടെസ്റ്റിസിലാണ്. ടെസ്റ്റിസിലാണ്. അപ്പോൾ ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, അതിനു മുന്നേ സെല്ലിൻ്റെ പ്രത്യേകതകൾ, ലാർജസ്റ്റ് സെല്ല് ഏതാണ്, സ്മോളസ്റ്റ് സെല്ല് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫീമെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ ഓവം ഉണ്ടാവുന്നത് എവിടെയാണ്? ഓവറിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓവറിയിൽ തന്നെയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? സ്പേം ഉണ്ടാവുന്നത് എവിടെയാണ്? സ്പേം ഉണ്ടാവുന്നത് ടെസ്റ്റിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻസിലെ ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവമാണ്. ഹ്യൂമൻസിലെ ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവമാണ്. സ്മോളസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പേം ആണ്. ലാർജസ്റ്റ് സെല്ല് ഓവം, സ്മോളസ്റ്റ് സെല്ല് ഏതാണ്? സ്പേം ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം വേൾഡിലെ തന്നെ ബിഗസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്, ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ജീവിയുടെയും എഗ്ഗ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സെല്ലാണ്. ഇപ്പോൾ കോഴിമുട്ട എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്, ഒരു വലിയ സെല്ലാണ്.
അപ്പോൾ ഏറ്റവും വലിയ മുട്ടയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ മുട്ട എന്തിൻ്റെ മുട്ടയാണ്? ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അപ്പോൾ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത്. ഇനി സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO ആണ്. സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെൽ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ ആണ്. നമുക്കറിയാം അല്ലേ, ന്യൂറോണിന് ഇങ്ങനൊരു സ്ട്രക്ചറാണ് നമ്മുടെ ന്യൂറോണിനുള്ളത്. അപ്പോൾ ലോങ്ങസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോൺ ആണ്. ലോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ നീളം കൂടിയതാണ്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലുത് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO, ബിഗസ്റ്റ് സെല്ല് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്, ലാർജസ്റ്റ് സെല്ല് ഹ്യൂമൻ ബോഡിയിൽ എന്ന് പറഞ്ഞാൽ ഓവമാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് സെല്ല് സ്പേം ആണ്. ലോങ്ങസ്റ്റ് സെല്ല് ഹ്യൂമൻ ബോഡിയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ ആണ്. ന്യൂറോൺ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DNA ഇൻ ബയോളജി? ബയോളജിയിൽ DNAയുടെ ഫുൾ ഫോം എന്താണ്? ബയോളജിയിൽ DNAയുടെ ഫുൾ ഫോം എന്താണ്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേടാ. DNA ഫുൾ ഫോം എന്താണ്? DNA ഫുൾ ഫോം എന്ന് പറയുന്നത് DNA ഫുൾ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് DNA കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കും അല്ലേ? DNA ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെഡറിക് മീഷർ ആണ്. ആരാണ്? ഫെഡറിക് മീഷർ ആണ് ആദ്യമായിട്ട് DNA ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കും DNAക്ക് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഇൻവെൻറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാരാണ്, വാട്സണും ക്രിക്കും. വാട്സണും ക്രിക്കും. ഓക്കെ, അപ്പോൾ DNA ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ഫെഡറിക് മീഷർ ആണ്. DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ആരൊക്കെയാണ്? വാട്സണും ക്രിക്കും കൂടെയാണ്. വാട്സണും ക്രിക്കും കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗർ മെൻഡൽ ആണ്. ജനറ്റിക്സ് ഒക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫാദർ ഓഫ് ജനറ്റിക്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗർ മെൻഡൽ ആണെന്ന് ഓർക്കുക. അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്, അദ്ദേഹം കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് നമ്മൾ ജനറ്റിക്സിൻ്റെ ഫാദർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസം സെറ്റൈവം ആണ്, അല്ലെങ്കിൽ പീ പ്ലാന്റ്സ് എന്ന് പറയാം. പീ പ്ലാന്റ്സ് അല്ലെങ്കിൽ പൈസം സെറ്റൈവം, അല്ലെങ്കിൽ നമുക്കിതിനെ ഗാർഡൻ പീസ് എന്ന് വിളിക്കാം. ഗാർഡൻ പീസ്, പീ പ്ലാന്റ്, പൈസം സെറ്റൈവം, ഇതിലേത് ഓപ്ഷനിൽ വന്നാലും കറക്റ്റാണ്. അടുത്ത് നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ തന്നെ ഓർത്താൽ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായി കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ റെസസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൺസിഡർ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ് എടുത്തത്. ഇപ്പം പയറ് ചെടി തമ്മിൽ അദ്ദേഹം ക്രോസ് ചെയ്യാണ് രണ്ട് പയറ് ചെടികൾ തമ്മിൽ. അപ്പോൾ അതിനകത്ത് ഒരു പയറ് ചെടി നല്ല ഹൈറ്റുള്ള പയറ് ചെടിയും മറ്റേ പയറ് ചെടി പൊക്കം കുറഞ്ഞ പയറ് ചെടിയുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ നമ്മൾ T കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ T എന്നിടും, ഹൈറ്റ് കുറവാണെങ്കിൽ സ്മോൾ t എന്നിടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. കാരണം ഹൈറ്റ് ഉള്ളൊരു പ്ലാന്റിൻ്റെ ജനറ്റിക് കമ്പോസിഷൻ ക്യാപിറ്റൽ T ആയിരിക്കും, അതിന് ഹൈറ്റ് ഉണ്ട്. ഇനി ഹൈറ്റ് കുറവാണെങ്കിൽ സ്മോൾ t ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതിൽ നിന്ന് ഗാമേറ്റ്സ് ഉണ്ടായി. ഗാമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പൂമ്പൊടി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞാൽ ഓവം, സ്പേം അങ്ങനെ ഉണ്ടായി. അപ്പോൾ എപ്പോഴും സ്പേം ഒക്കെ ഉണ്ടാകുമ്പോൾ പകുതി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അപ്പം ഒരു ടി ഈ പ്ലാന്റിൽ നിന്ന് 2 ഗാമേറ്റ്സ് ഉണ്ടായെന്ന് വിചാരിച്ചു, 2 ക്യാപിറ്റൽ ടി. അടുത്ത പ്ലാന്റിൽ നിന്ന് 2 ഗാമേറ്റ്സ് ഉണ്ടായി, 2 സ്മോൾ ടി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണ്, പുതിയ പയർ ചെടി ഉണ്ടാവുകയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ഇനി ഇതും തമ്മിൽ കൂടിച്ചേരാം അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ഇയാളും തമ്മിൽ കൂടിച്ചേരാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ഇയാളും തമ്മിൽ കൂടിച്ചേരാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ F1 ജനറേഷൻ എന്ന് പറയാം. ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ. F1 ജനറേഷനിൽ എന്താണ്, ഒരു ഡോമിനൻ്റ് പ്ലാന്റും ഒരു റിസസീവ് പ്ലാന്റും എടുത്തു, അവരെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 4 പോസിബിലിറ്റി ഉണ്ട്. 4 പോസിബിലിറ്റിയും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. പക്ഷെ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എല്ലാ പ്ലാന്റുകളും ടോളായിരുന്നു. ഈവൻ ദോ ഇവരുടെ ജനറ്റിക് കമ്പോസിഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും എല്ലാ പ്ലാന്റുകൾക്കും എന്തുണ്ടായിരുന്നു, ഹൈറ്റ് ഉണ്ടായിരുന്നു. ജനറ്റിക്കലി അവർ ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ മുകളിൽ കണ്ടോളൂ അല്ലേ. അവരുടെ ജീനി നോക്കിക്കഴിഞ്ഞാൽ പൊക്കം കുറവുള്ള ജീനും ഉണ്ട്, പൊക്കം കൂടിയ ജീനും ഉണ്ട്. പക്ഷെ പുറത്ത് കണ്ടത് എന്തുമാത്രമാണ്, പൊക്കം കൂടിയ ജീന് മാത്രമാണ്. അതായത് ഈ പ്ലാന്റിനെ കാണാൻ ഈ പ്ലാന്റിനെ പോലെ തന്നെ ആയിരുന്നു, ഈ ഉണ്ടായ എല്ലാ പ്ലാന്റിനെയും കാണാൻ ഈ വലിയ പൊക്കമുള്ള പ്ലാന്റിനെ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും, ഇങ്ങനെ F1 ജനറേഷനിൽ കണ്ട ക്യാരക്ടറിനെ നമ്മൾ ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് വിളിക്കും. പക്ഷേ നോക്കിയാൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ സ്മോൾ ടി അല്ലെങ്കിൽ പൊക്കം കുറവുള്ള ജീനുണ്ട്. പക്ഷെ അതിനെ കണ്ടോ, അതിനെ കണ്ടില്ല. അതിനെ കാണാത്തത് കൊണ്ട് F1 ജനറേഷനിലോ കണ്ട ക്യാരക്ടറിനെ നമ്മൾ ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് വിളിക്കും, കാണാത്ത ക്യാരക്ടറിനെ നമ്മൾ റെസസീവ് ക്യാരക്ടർ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ, ഇങ്ങനെയുള്ള 2 ചെടികളെ എടുത്തിട്ട് അദ്ദേഹം വീണ്ടും ക്രോസ് ചെയ്തു അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ജീനുകൾ എങ്ങനെ ഇരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള 2, ഇതൊരു ചെടിയാണ്, അതിൻ്റെ 2 ഗാമേറ്റ്സ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിരിക്കും. അടുത്ത ചെടിയുടേതോ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആയിരിക്കും. നമ്മൾ കമ്പൈൻ ചെയ്തു, ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാം, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടിയുമായിട്ട് ചേരാം, ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാം, അതും അല്ലെങ്കിൽ ഈ സ്മോൾ ടിയും ഈ സ്മോൾ ടിയുമായിട്ട് ചേരാം. അപ്പം അടുത്ത ജനറേഷൻ ഇതിനെ നമ്മൾ F2 ജനറേഷൻ എന്ന് വിളിക്കും. F2 ജനറേഷനിൽ 4 ജനറ്റിക് കമ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണം ക്യാപിറ്റൽ ടി ആണ്, 2 എണ്ണം ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ഒരാൾ സ്മോൾ ടി ആണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു കാര്യമാണ് ഫീനോടൈപ്പും ജീനോടൈപ്പും. ഫീനോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്നത്, മോർഫോളജിക്കലി നമ്മൾ പുറത്ത് കാണുന്ന ക്യാരക്ടറാണ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് ജനറ്റിക് കമ്പോസിഷൻ ആണ്. അപ്പോൾ ഫീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, അതായത് പുറത്ത് കാണാൻ പറ്റുമ്പം ഈ ക്യാപിറ്റൽ ടി ഹൈറ്റുള്ള പ്ലാന്റ് ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഹൈറ്റുള്ള പ്ലാന്റ് ആണ്, അടുത്ത ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഹൈറ്റുള്ള പ്ലാന്റ് ആണ്. അപ്പം ഫീനോടൈപ്പ് നോക്കുമ്പം 3 ഹൈറ്റുള്ള പ്ലാന്റ് ഉണ്ട്. ഈ സ്മോൾ ടി എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ് ആണ്. അപ്പോൾ അത് ഒരു ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുണ്ട്, 3:1 റേഷ്യോ ആണ്. അതായത് 3 ഹൈറ്റുള്ള പ്ലാന്റും ഒരു ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റും 3:1 റേഷ്യോ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ജീനോടൈപ്പ് നോക്കുകയാണെങ്കിലോ, ഒരെണ്ണത്തിന് ക്യാപിറ്റൽ ടി ആണ്, 2 എണ്ണത്തിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ഒരാൾ സ്മോൾ ടി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടി ഒരെണ്ണം, 2 പേര് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരാൾ സ്മോൾ ടി. അപ്പോൾ ഫീനോടൈപ്പിക് റേഷ്യോ 3:1 എന്നും ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 എന്നും നമുക്ക് കിട്ടി. ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണ്, ഗ്രിഗർ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ ജെനറ്റിക്സ് ഒട്ടും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയ ഒരു ഏരിയ അല്ലേ ഇത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി അഥവാ മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്, ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ മെൻഡലാന്ന് പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ പൈസം സറ്റേവമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു, എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഇൻ F1 ജനറേഷനിൽ നമ്മൾ പുറത്ത് കണ്ട ക്യാരക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൊമിനൻ്റ് ക്യാരക്ടർ. അറിയില്ലെങ്കിൽ കാണാതെ പഠിച്ചോളൂ, ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് വിളിക്കും. ഹിഡൻ ട്രേറ്റ് ഇൻ F1 ജനറേഷനിൽ കാണാത്ത ക്യാരക്ടറിനെ എന്ത് വിളിക്കും, റിസസീവ് ക്യാരക്ടർ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഈ റേഷ്യോ ആണ് ഞാൻ അവിടെ എഴുതിയ റേഷ്യോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇട്ട് എഴുതിയ
റേഷ്യോ. അപ്പോൾ അതിൻ്റെ അകത്തെ ജീനോടൈപ്പിക് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ 1:2:1 ആണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:1 ആണെന്ന് പഠിക്കുക. 3:1 ആണെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? വാട്ട്, കിലോ വാട്ട്, കിലോ വാട്ട് അവർ, ജൂൾ. പറഞ്ഞേ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. എന്താണ്? കിലോ വാട്ട് അവർ ആണ്. അടുത്ത നമ്മൾ അറിയേണ്ടത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ അവരുടെ SI യൂണിറ്റുമാണ്. കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അവരുടെ SI യൂണിറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കും എനർജിയുമാണ്. രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആണെന്ന് ഓർക്കുക. അത് തിരിച്ചും മറിച്ചുമൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ട്. വർക്കിൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും വർക്കിൻ്റെയും എനർജിയുടെയും SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. വർക്കിൻ്റെയും എനർജിയുടെയും SI യൂണിറ്റ് ജൂളാണ്. മാറിയും തിരിഞ്ഞും വർക്കിൻ്റെ അതേ SI യൂണിറ്റ് ഉള്ളത് ഏതാണ്, എനർജിയുടെ അതേ SI യൂണിറ്റ് ഉള്ളത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ എനർജി, വർക്ക്, SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. അടുത്ത വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. പവർ വാട്ട് ആണ്. ഈ പവർ വാട്ടാന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് ഹോഴ്സ് പവർ എത്ര വാട്ടാന്ന് ചോദിക്കാറുണ്ട്. ഏകദേശം 746 വാട്ടിനെയാണ് നമ്മളൊരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതും കൂടെ ഓർക്കുക. ഹോഴ്സ് പവർ ഏകദേശം 746 വാട്ടിനെയാണ് നമ്മളൊരു ഹോഴ്സ് പവർ എന്ന് പറയുക. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പ്രഷർ പാസ്കല്, വേവ് ലെങ്ത് ആങ്സ്ട്രം, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ലെൻസിൻ്റെ പവർ നമ്മൾ കാണിക്കുന്നത് ഡയോപ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. ഡയോപ്റ്റർ. സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ പറയുന്നത് ഡെസിബൽ വെച്ചിട്ടാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പറയുന്നത് മോൾ വെച്ചിട്ടാണ്. യൂണിറ്റുകളെല്ലാം കാണാതെ പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. എനർജിക്കും വർക്കിനും ഒരേ യൂണിറ്റ് ആണ്, അത് ജൂളാണ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ഫോഴ്സ് ന്യൂട്ടൺ, പവർ വാട്ട്. ഇനി ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. പ്രഷർ പാസ്കലാണ്. വേവ് ലെങ്ത് ആങ്സ്ട്രം ആണ്. ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. പവർ ഓഫ് ലെൻസ് ഡയോപ്റ്റർ ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡെസിബൽ ആണ്. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോൾ ആണ്. കുറച്ച് യൂണിറ്റുകളും കൂടെ ഉണ്ട്. ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ലക്സ് എന്ന് പറയുന്നത് ഇലുമിനേഷൻ്റെ SI യൂണിറ്റ് ആണ്. ടെസ്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ലക്സ് ഇലുമിനേഷൻ, റെസിസ്റ്റൻസ് ഓം, സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇലക്ട്രിക് കണ്ടക്റ്റൻസ് സീമെൻസ് ആണ്, ഫ്രീക്വൻസി ഹെർട്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ ആണ്, വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഒരു പ്രാവശ്യം കൂടെ പറയാം. ടെസ്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ലക്സ് ഇലുമിനേഷൻ, ഓം റെസിസ്റ്റൻസ്, സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇലക്ട്രിക് കണ്ടക്റ്റൻസ് സീമെൻസ്, ഫ്രീക്വൻസി ഹെർട്സ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെത് വെബർ എന്നാണ്. അതുപോലെ തന്നെ വോൾട്ടിൻ്റെത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് നേരെ തിരിച്ചാട്ടോ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ വോൾട്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് NTPCക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് തന്നെ വരാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ NTPC പ്രോ ബാച്ചിൻ്റെ കാര്യവും മറക്കണ്ട. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇനി ലാസ്റ്റ് ഡേയ്സ് ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. വളരെ ചെറിയ ഫീസ്, ഏകദേശം 2000 രൂപയ്ക്കൊക്കെ അടുത്തൊരു ഫീസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക.